ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ചീരയും ഉണക്കച്ചെമ്മീനും വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി നോക്കാം. ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കച്ചെമ്മീൻ ചീരത്തോരനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം 1/2 കപ്പ് അളവിൽ ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പാനിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇനി ഉണക്കമുളകും കൂടെ ചേർത്ത ശേഷം 1 സവോള നീളത്തിൽ അരിഞ്ഞെടുത്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കണം. സവോള കുറച്ചൊന്ന് വഴഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടാക്കി വെച്ച ഉണക്കച്ചെമ്മീൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഇനി തേങ്ങ ചിരവിയത് ചേർക്കാം. ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കെട്ട് ചീര അരിഞ്ഞെടുത്തതിൽ പകുതി ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കി പകുതി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം. മൂടി വെച്ച് വേവിക്കേണ്ടതില്ല കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് കുറച്ച് സമയം വേവിച്ചെടുത്താൽ മതിയാവും. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്ക ചെമ്മീൻ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഈസി ആൻഡ് വെറൈറ്റി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.